ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ മിക്കവാറും തിങ്കളാഴ്ചക്കുള്ളിൽ പോലീസുകാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ആനയിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ കണ്ടൊരു പോസ്റ്ററാണ്. രാഹുൽ ഈശ്വർ നടത്തുന്നത് ഓർഗനൈസ്ഡ് ക്രൈം, ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മീഡിയ വണ്ണിന്റെ ഒരു പോസ്റ്ററിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ ഇത് ആ ഒരു ചാനലിൽ അവര് മാത്രമായി മറ്റേ ഉണ്ടാക്കി എഴുതി വെച്ചേക്കുന്ന സാധനമൊന്നുമല്ല. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഹണി റോസ്, സുപ്രസിദ്ധ സിനിമാ താരം, ഇനാഗുറേഷൻ റാണി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വായിച്ചു തരാം, കൂട്ടത്തിൽ സൈഡിലൊന്ന് കാണിക്കുകയും ചെയ്യാം. രാഹുൽ ഈശ്വർ: ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനു പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു. പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിൽ അയക്കുകയും ചെയ്തു. ഓക്കെ, പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹണി റോസ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു തെറ്റും പറയുന്നില്ല. പക്ഷെ ഈ പാവപ്പെട്ടവന്റെ ഒരു സംശയമാണ്. ഇനി രാഹുൽ ഈശ്വറിനെ കുടിക്കിയതുപോലെ നമ്മളും കൊടുക്കരുത്, നമ്മൾ മറ്റേ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട്. ഈ പ്രശ്നം, നിങ്ങൾ ഈ കേസ് കൊടുക്കുന്നതിന് ആസ്പദമായിട്ടുള്ള കാര്യം 1 മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിന്റെ ഇടയ്ക്കോ നടന്ന കാര്യങ്ങളാണോ? അല്ല, കുറച്ചായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കെതിരെ ഒരുപാട് നിങ്ങളെ പല സിനിമയിലും, നിങ്ങളുള്ള സിനിമയിലെല്ലാം അത് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു സീനിനെ എങ്ങനെയാണ് മിക്കപ്പോഴും പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്? ഒന്ന് ചിന്തിച്ചാൽ മതി. ലാലേട്ടനുമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചു, എന്തുകൊണ്ടാണ് അവിടെയും നിങ്ങളെ ആ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നത്? മിക്ക സിനിമയിലും നിങ്ങളെ ചിത്രീകരിക്കുന്നത് വേറൊരു രീതിയിലാണ്, അല്ലേ? ഞാനായിട്ട് ഇവിടെ ഉണ്ടാക്കിയൊന്നും പറയുന്നില്ല. ഒന്ന് പോയി ഇവർ അഭിനയിച്ച സിനിമകൾ, ഭൂരിഭാഗവും, എല്ലാ സിനിമകളൊന്നും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗവും സിനിമകളിൽ ഇവരെ കാണുമ്പോഴത്തേക്ക് ഒരു ഡബിൾ മീനിങ്ങുള്ള സംസാരവും ഇതൊക്കെ സിനിമയിലുമുണ്ട്. അത് പിന്നെ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ, ഒരു പബ്ലിക് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇന്നും ഇന്നലെയും 1 മാസം മുമ്പൊന്നും അല്ല, കുറച്ചായിട്ടുണ്ട്. എന്തുകൊണ്ട് അന്നേ നിങ്ങൾ പരാതി കൊടുത്തിതൊന്നും പൂട്ടിച്ചില്ല? എന്റെ ആദ്യത്തെ ഒരു സംശയം ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അന്നേ നിങ്ങൾ കേസ് കൊടുത്തില്ല? ഇത്രയും വെയിറ്റ് ചെയ്തിരുന്ന എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സ് ഒന്നും അന്ന് ശ്രദ്ധിക്കുന്നില്ലായിരുന്നോ? അന്ന് ഇത്രയും പരിപാടികളൊന്നും വരുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ട്. സ്റ്റേജിലൊക്കെ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളോട് ചില ആളുകൾ കാണിച്ചതൊക്കെ നിങ്ങളുടെ മുഖത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ട് അന്നേ നിങ്ങൾ തുറന്നടിച്ചില്ല? ഇതൊക്കെ എൻ്റെ ഒരു സംശയമാണ്. ബാക്കി, ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. എനിക്കത് തോന്നുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നേരത്തെ മുതലേ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. നിങ്ങൾ ചെയ്തതിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതിനെയൊക്കെ എതിർത്തുകൊണ്ടും ഒരുപാട്. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ വസ്ത്രധാരണം, പക്ഷെ അത് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളവരും കാണുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അവരുടെ ഇഷ്ടമില്ലേ? അതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരത് പറയും. ഞാൻ അതേ പറയുന്നുള്ളൂ. മറ്റേ നിങ്ങളെ ഈ ബോച്ചക്കുട്ടൻ നിങ്ങളെ കളിയാക്കി അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു ഡബിൾ മീനിങ് കളി, അതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഈ 2-3 ദിവസമായിട്ട് അദ്ദേഹം ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാണുന്ന എനിക്ക് മനസ്സിലായത്, ഈ ഒരു നടിയെ ഒരിക്കലും പുള്ളി മറ്റേ അടിച്ചില്ലാതാക്കാനും ഒന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ഇതിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. വിത്ത് ഓൾ റെസ്പെക്ട് ടു ഹണി റോസ് ഞാൻ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹണി റോസിന്റെ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ച ഒരു സുഹൃത്ത് രാഹുൽ ഈശ്വറിനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹണി റോസിന്റെ സ്വഭാവം വളരെ നല്ലതാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അതൊന്നും എന്താ നിങ്ങൾ കേൾക്കാത്തത്? ഹണി റോസ് എന്താ നിങ്ങൾ അതൊന്നും കേൾക്കാത്തത്? നിങ്ങളെ പുകഴ്ത്തിയും അദ്ദേഹം പറയുന്നുണ്ട്. അതോ നിങ്ങളെ പുകഴ്ത്തി മാത്രമേ ഇവിടെ ജനങ്ങൾ സംസാരിക്കാവൂ എന്നാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളെ ഇവിടെ ആരും വന്ന് സൈബർ ബുള്ളിങ്ങിനെ, പുള്ളി കാരണം നിങ്ങൾക്ക് സൈബർ ബുള്ളിങ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പാടുണ്ട്. നേരത്തെ തൊട്ടേ ഉള്ളതാണ്. പിന്നെ ആ വ്യക്തിക്കെതിരെ, ഒരുത്തനെതിരെ കേസ് കൊടുത്ത് അകത്ത് ഇട്ടല്ലോ, ആ സമയത്ത് ആരും നിങ്ങൾക്കെതിരെ പറയാൻ വന്നില്ല, പേടിച്ച്. എങ്കിലും അവിടെയും ഇവിടെയും വളരെ മാന്യമായിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റുകളുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്തി തന്നെ ഉണ്ട് കമന്റുകൾ. പക്ഷെ അവിടെ ഒരു അശ്ലീല ചോയോട് ആരും സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല.
എന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് രാഹുൽ ഈശ്വർ വേണമെന്നൊന്നുമില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ guarantees the right to make choices about one's attire. Indian constitution protects an individual's rights to privacy and personal autonomy, which encompasses the right to choose what to wear. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വിയർ ചെയ്തോ, നമ്മളൊന്നും പറയുന്നില്ല. Indian Penal Code doesn't have any specific provisions restricting or regulating clothing choices. ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളുടെ എനിക്കെതിരെ എന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? പൊതുബോധം സൃഷ്ടിക്കുകയാണ്. കുറെ പേര് മനസ്സിലാക്കട്ടെ. കുറെ പേർക്ക് ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ എന്ത് കാണിച്ചാലും മറ്റേ ക്ലാപ്പ് അടിക്കുന്ന കുറെ പേർക്ക് മനസ്സിലാവണം. മനസ്സിലായില്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം, ഒരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് എന്തും കാണിക്കാം. പക്ഷെ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ മാത്രമല്ല, പബ്ലിക് ഉണ്ടെന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം. അത് നിങ്ങൾക്കും വേണം, നമുക്കും വേണം, എല്ലാവർക്കും വേണം. ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യനും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കണക്ക് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യാൻ പാടില്ല. അത് മറ്റുള്ളവരും കാണും, മറ്റുള്ളവർക്കും അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയും, നമ്മൾ ഒരു തെണ്ടിയെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നടക്കാം, നമ്മുടെ കാശ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കും ചെയ്യാം. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കുഴപ്പം തന്നെയാണ്. ഇത് നിങ്ങളുടെ കേസിൽ ബുദ്ധിമുട്ടല്ല. ചില ആളുകൾക്ക് അതൊരു ഇറിറ്റേഷൻ, ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനിലേക്ക് എത്തിക്കുന്നു. അവരത് തീർക്കുന്ന കുറെ പേര് വെർബലി, കുറെ പേര് മറ്റേ ഇങ്ങനെ കുത്തിക്കൊണ്ട്. അതിനെ നിർത്തണമെങ്കിൽ ഞാൻ നേരത്തോട്ടെ പറയുന്നതാണ്, ഈ നാട്ടിലെ സെക്ഷൽ ദാരിദ്ര്യം, മനസ്സിലായില്ലേ? സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം ഇല്ലാതെയാവണം. അതിന് ഇവിടുത്തെ സർക്കാർ വിചാരിച്ചാലേ നടക്കുള്ളൂ മക്കളെ. എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന, എന്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണി, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയ്യാർത്ഥ അപമാന കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. ഓക്കെ, കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയും PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്. രാഹുൽ ഈശ്വർ ഈ ന്യൂസ് ചാനൽസിൽ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടവർക്കും, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് ചാനൽ ഇട്ട വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും, അയാൾ ഒരു രീതിയിലും ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു. ഒരു പരിധിയിൽ കൂടുന്നതല്ല, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ കാണിച്ചില്ല. അയാൾ ചെയ്തത് വൃത്തികേടാണെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ കേട്ടത്. അല്ലാതെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും എന്റെ പൊന്നാര ഹണി ചേച്ചി ഞാൻ കണ്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൊടുക്കായിരുന്നു നമ്മുടെ ഈശ്വറിനിട്ട് 2 അടി. പക്ഷെ ഞാൻ കണ്ടില്ല. കാണാത്തതുകൊണ്ട് ഞാൻ പറയില്ല. എന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട്, എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ട് സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു. പിന്നെ കുറച്ച് ഇത്ര മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഈശ്വർ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കെതിരെ വരുന്ന കമന്റുകളൊക്കെ രാഹുൽ ഈശ്വർ കാരണം ഉണ്ടായെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾക്കെതിരെ വന്ന ഈ ദ്വയ്യാർത്ഥം വെച്ചിട്ടുള്ള ആ ഒരു സാധനമൊക്കെ രാഹുൽ ഈശ്വർ കാരണമായിരുന്നോ? അല്ലല്ലോ. നിങ്ങൾ എന്താണ് ഒരാളും നിങ്ങൾക്കെതിരെ സംസാരിക്കരുത്. ഹണി റോസ് കി ജയ്, ഹണി റോസ് കി ജയ്, ഹണി റോസ് കി ജയ് ഇതും പറഞ്ഞ് ഞങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ നല്ല മാന്യന്മാരല്ലേ? ഞങ്ങൾക്കെതിരെ കേസില്ല. എന്തെങ്കിലും ഒരു പിഴവ് നിങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് നമ്മളൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ നമ്മൾ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് അകത്തിടുക. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് സ്ത്രീകളുടെ കൂടെയാണ് നിയമം. സ്ത്രീകൾക്കേ സംരക്ഷണം കിട്ടുന്നുള്ളൂ.
ആണുങ്ങൾ ദേ ഇങ്ങനെ ഇരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അല്ലേ. ഒരക്ഷരം ഞങ്ങൾ മിണ്ടരുത്. അല്ല, ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണല്ലോ ഈ നാടിന്റെ കിടപ്പ് പോകുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും മിണ്ടാൻ പറ്റില്ല, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ആണുങ്ങൾ എന്ത് ചെയ്താലും നമ്മുടെ കുറ്റം. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു രീതിയിലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. രാഹുൽ ഈശ്വർ പറയുന്ന എല്ലാ കാര്യത്തോടും എനിക്ക് എപ്പോഴും യോജിപ്പുണ്ടാവാറില്ല. അതുപോലെ തന്നെ ബോച്ചെ മാറ്റി ഞാൻ നിർത്തും, താല്പര്യമില്ല. കാണിച്ചതിനുള്ളത് അനുഭവിക്കണം, അത് കിട്ടുന്നുമുണ്ട്, ഓക്കെ. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നതും പറയുന്നതും എല്ലാം ശരിയാണെന്ന് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല. മനസ്സിലായില്ലേ? എനിക്കും എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങളുടെ കയ്യിലും ഉണ്ട്. എക്സ്പെക്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. ഇത് കിട്ടും എന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിനെ എതിർത്ത് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾക്കെതിരെ ഒരാൾ, നിങ്ങൾക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല. രാഹുൽ ഈശ്വർ വളരെ വ്യക്തമായിട്ട് പല പോയിന്റ്സും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഉടനെ അയാളെ പിടിച്ച് മറ്റേ അകത്തേക്ക് ഇടുക, അയാളുടെ പേരിലും കേസ് കൊടുത്ത്. ഇനിയിപ്പോ ആരും മിണ്ടരുത് അല്ലേ? അതാണ് നിങ്ങളുടെ ആവശ്യം. ബോച്ച കുറച്ചു നേരം അകത്ത് കിടക്കും, അങ്ങേര് പുറത്തിറങ്ങും. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ ലേഡി സൂപ്പർ സ്റ്റാർ ആ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഞാനാണ് സെറ്റപ്പ്, ഇങ്ങനെ കാണിച്ചങ്ങോട്ട് ഇരിക്കണം. ഞങ്ങൾ ആരും ഒന്നും മിണ്ടാതെ കയ്യും കൂപ്പി ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഈ നാട്ടില് ആണുങ്ങളുടെ എന്ന് തന്നെ എനിക്കിപ്പോ മനസ്സിലായി വരുന്നത്. ചിലവന്മാരുണ്ട്, നല്ല ഇടിയിട്ടവന്മാരും ഉണ്ട്, അത് കിട്ടിക്കോട്ടെ, അതിനകത്തൊന്നും നമ്മൾ ഒരുത്തരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് വെച്ച് എല്ലാ ആണുങ്ങളെയും ഒരുപോലെ മോശക്കാരായി കാണുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.